ശ്രീനാരായണ ഗുരുവിനെ വർഗീയവാദികൾ കുരിശിൽ തറയ്ക്കുന്ന പ്രതീകാത്മക ചിത്രം CPIMന്റെ ഘോഷയാത്രയിൽ പ്രദർശിപ്പിച്ച ഉടനെ വെള്ളാപ്പള്ളിയും കൂട്ടരും കാണിച്ച അമിതാവേശം ആകെ നടുക്കമുണ്ടാക്കി കളഞ്ഞല്ലോ. എന്നാൽ പിന്നീട് കണ്ണൂരിൽ ഗുരുപ്രതിമ തകർത്ത കാര്യത്തിൽ ഈ പ്രതിഷേധ ശൗര്യം വെള്ളാപ്പള്ളിക്കും മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കും ഉണ്ടായില്ല. എന്തുകൊണ്ടാകും അത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുകയില്ല. എന്നാൽ സംഭവം അന്വേഷിച്ച പോലീസുകാർ ചില BJPക്കാരെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതോടെ സംഗതി മനസ്സിലായി. വെള്ളാപ്പള്ളി ഒന്നും കണ്ടതുമില്ല, കേട്ടതുമില്ല. ഞായറാഴ്ച പുലർച്ചെ തലശ്ശേരിക്കടുത്തുള്ള നങ്ങാർത്ത് പീടികയിൽ ശ്രീമുദ്ര സാംസ്കാരിക നിലയം ആക്രമിച്ചാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ RSSകാർ തകർത്ത അങ്ങേയറ്റം ഹീനമായിട്ടുള്ള കൃത്യം നടന്നത്. ആ സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തി. RSSന്റെ കാര്യവാഹക്ക് വൈശാഖ്, മുഖ്യ ശിക്ഷക്ക് റിഗിൽ ഇവരടക്കമുള്ള പ്രതികളാണ് ഈ നിഷ്ഠൂരമായിട്ടുള്ള കൃത്യം നടത്തിയത് എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. 3 RSSകാരായിട്ടുള്ള പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി നേതാക്കന്മാരോടൊപ്പം വിട്ടയച്ചു. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്ത കേസിൽ ഗൂഢാലോചനക്കാരായിട്ടുള്ള നേതാക്കളെ കസ്റ്റഡിയിലെടുക്കണം. ഗൂഢാലോചന കേസ് ചാർജ് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഈ ക്രൂരമായിട്ടുള്ള കൃത്യം ചെയ്ത് സമൂഹമാകെ ആദരിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്ത RSSന്റെ നേതാക്കളെ രക്ഷപ്പെടുത്തുന്ന സമീപനമാണ് കേരളത്തിലെ പോലീസ് സ്വീകരിച്ചത്. RSS അക്രമികളെ പ്രോത്സാഹിപ്പിക്കുക. എന്ത് പോക്കത്തിലോട് താനീ പറയുന്നത്? അവർ കമ്പളിപ്പുറത്തെ അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ. ഓഹോ, കേട്ടാ എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒന്നും കേൾക്കാതെ എത്ര ദൂരം സഞ്ചരിക്കും എന്നതാണ് ചോദ്യം. എന്തായാലും ചെറിയൊരു പിടിവള്ളി കിട്ടിയതോടെ CPIMും ഹാപ്പിയായി. വെള്ളാപ്പള്ളിയെ കുഴിയിൽ വീഴ്ത്താൻ P. ജയരാജൻ തന്നെ രംഗത്തിറങ്ങി. നടേശഗുരുവുണ്ടോ വീഴുന്നു, ഓടിപ്പോയി കളഞ്ഞു. ശ്രീനാരായണ ഗുരുവിനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് നാടെമ്പാടും പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്ന SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശനെ ഇവിടെ എങ്ങും കാണാനില്ല. വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രതിഷേധ പ്രസ്താവന പോലും ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്ത കേസിൽ ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ RSS വിധേയത്വമാണ് ഇത് തെളിയിക്കുന്നത്. സംഘപരിവാരത്തിന്റെ തടവറയിലാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിയുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണിത്. അറിയോ? ഇതേ തലശ്ശേരിയിലാണ് ശ്രീനാരായണ ഗുരു ശിലയിട്ട ജഗന്നാഥ ക്ഷേത്രം RSSകാർ ആക്രമിച്ച് തകർത്തത്. അത് ആഴ്ചകൾക്ക് മുമ്പാണ്. കുമാരനാശാൻ നേരിട്ട് നേതൃത്വം കൊടുത്ത ജ്ഞാനോദയ യോഗമാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ഭരണം നടത്തുന്നത്. ആ ഭരണസമിതി പിടിച്ചെടുക്കാൻ വേണ്ടി RSS അക്രമം നടത്തി. അവിടെ ശ്രീനാരായണീയർക്കൊപ്പം CPM ആണ് ശക്തമായിട്ട് അണിനിരുന്നത്. അവിടെയും ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശനെ കണ്ടില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ RSSന്റെ അക്രമങ്ങൾക്ക് എതിരായിട്ട് ഒറ്റയക്ഷരം ഉരിയാടുന്നില്ല എന്നത് ശ്രീനാരായണീയരെ ആകെ തന്നെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ഈ നാടകം കൃത്യമാണ്. ഇനി അഭിനയിച്ചത് ശരിയായില്ല എന്നും പറഞ്ഞ് വെള്ളാപ്പള്ളിയുടെ മേക്കിട്ട് കയറാൻ BJPക്കാർ വരില്ല എന്ന് പ്രതീക്ഷിക്കാം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ചിത്രകാരൻ. ഞാൻ എൻ്റെ ഡ്രോയിങ് മാസ്റ്ററെ പേടിച്ച് ഒരു സ്കൂൾ പോലും മാറിയ ആളാണ്. അയ്യേ, എന്തോ നാടാ ഇത്? എന്തോ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ബൈ ശിവൻ അണ്ടകടാഹം. എന്തോ നാടാ ഇതിന്റെ അർത്ഥം? ഇതിന് പറ്റിയ പേര് പോക്കർ തരുന്ന